ഹായ് നമസ്കാരം. MK രാജ് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുന്നത് ചിറ്റൂരിലെ ഒരു കൂട്ടം ഫുട്ബോൾ പ്രേമികളെ രൂപീകരിച്ച ഒരു ക്ലബ്ബുണ്ട്, വിന്നേഴ്സ് അക്കാദമി. അവരുടെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇത് വിന്നേഴ്സ് ഫുട്ബോൾ അക്കാദമി ചിറ്റൂർ. കായികമായും മാനസികമായും ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുന്ന തരത്തിൽ ചിട്ടയായ പരിശീലനത്തിലൂടെ നല്ലൊരു കളിക്കാരനെ വാർത്തെടുക്കുവാൻ ഇവർ സദാ സന്നിധരാണ്. ഇന്നത്തെ തിരക്ക് പിടിച്ച കാലത്തും അവരവരുടെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ അവർ ഇതിനായി സമയം കണ്ടെത്തുന്നു. പുതുതായി വരുന്ന കുട്ടികളെ നല്ല രീതിയിൽ പരിശീലനം നൽകുകയും ചെയ്യുന്നു. ഹായ് നമസ്കാരം. നമ്മൾ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന സമയത്ത് ഒരു ആശയം തോന്നി, ഫുട്ബോൾ കളിക്കുന്ന ആശയം. ഞങ്ങളൊക്കെ സ്കൂൾ ടീം പ്ലേയേഴ്സാണ്. അപ്പോൾ കുറച്ച് ഇതിന് ശേഷം നമ്മൾ 87-88 തുടങ്ങിയ ഒരു ഫുട്ബോൾ ഒരു ക്ലബ്ബാണിത്, വിന്നേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ്. അത് കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ക്ലബ്ബായിട്ട് പ്രത്യേകിച്ച് വിടുന്നില്ല, ഗ്രൗണ്ട് തന്നെയാണ് ക്ലബ്ബ്. അങ്ങനെ 30 വർഷം ശേഷം 10 വർഷമായിട്ട് നമ്മൾ സമ്മർ ക്യാമ്പ് നടത്താറുണ്ട് നമ്മുടെ ഈ ഫുട്ബോൾ ക്ലബ്ബ്. ആ സമ്മർ ക്യാമ്പിന് ശേഷം ഇപ്പോൾ 10ാം വാർഷികമാണ് ക്ലബ്ബ് രൂപീകരിച്ചത്. 40-50 മെമ്പേഴ്സ് ഉണ്ട്. അതിലെല്ലാം റിട്ടയർഡ് ആയവരുണ്ട്, പഴയ ഓൾഡ് സ്റ്റുഡൻസ്, ഓൾഡ് പ്ലെയേഴ്സ് എല്ലാവരും കൂടി കൂട്ടി യോജിച്ചുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കാൻ തീർക്കണം. ഈ വർഷം അതിന്റെ പൂർത്തീകരിച്ചു. ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി. ഇപ്പോൾ ക്യാമ്പിൽ 10-200 കുട്ടികളോളം നമ്മുടെ ഈ ക്യാമ്പിലേക്ക് പങ്കെടുക്കുന്നുണ്ട്. 9 വർഷം സൗജന്യമായിരുന്നു. ഈ വർഷമാണ് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് നമ്മളതിനെ ഒരു ചെറിയൊരു ഫീസബിൾ ആക്കിയത്. കാരണം കുട്ടികളുടെ താല്പര്യപ്രകാരമാണ്. കാരണം പാരന്റ്സ് അത്രയും പറയാറുണ്ട് ഫീസ് വാങ്ങിക്കണം, അല്ലാതെ അവർക്കൊരു പ്രാധാന്യമില്ല പറയുന്നത് നമ്മൾ ഫീസ് വാങ്ങി ചെയ്യാൻ തുടങ്ങി. മാത്രമല്ല ഇതിൽ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും, അതായത് നമ്മുടെ ക്ലബ് മെമ്പേഴ്സ് എല്ലാവരും ഗവൺമെന്റ് സ്റ്റാഫുകളാണ്, എല്ലാം പ്ലെയേഴ്സും കൂടെ എല്ലാവരും കൊടുത്തു. അതുപോലെ കോച്ചസ്, മിടുക്കന്മാരെ കോച്ചസ്, ഇന്റർനാഷണൽ KG ശശിധരൻ പറഞ്ഞ അദ്ദേഹം ഒരു ചീഫ് കോച്ചായി വന്നു. അതുപോലെ സന്തോഷ് ട്രോഫി, പാലക്കാട് ക്യാമ്പ് പ്ലെയർ ജ്യോതിഷ്, ഷാജഹാൻ, ഷാറൂഖ് ഖാൻ, പിന്നെ ഞാൻ പേര് സുഭാഷ് എന്നാണ്. അങ്ങനെ 5 പേര് ഇവിടെ ക്യാമ്പ് നടത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ സമ്മർ ക്യാമ്പ് ഫുള്ളായിരുന്നു. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ താല്പര്യപ്രകാരം, രക്ഷിതാക്കളുടെ താല്പര്യപ്രകാരം എല്ലാ ശനിയും ഞായറും ക്യാമ്പ് നടക്കുന്നുണ്ട്. വളരെ ഹാപ്പിയാണ്. അവർക്ക് അവരുടെ മറ്റ് ദുശ്ശീലങ്ങളൊക്കെ ഒഴിവായിക്കൊണ്ട് അവർ പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ശനി ഞായർ ക്ലാസ് ആക്കിയത്. രക്ഷിതാക്കൾക്ക് അതിനേക്കാൾ വളരെ സന്തോഷം. കാരണം കുട്ടികളുടെ പഴയ അധ്യയനചര്യ കംപ്ലീറ്റ് മാറി. 5 മണി പറയുമ്പോഴേക്കും കുട്ടികൾ പാരന്റ്സിനെ വിളിച്ചെടുക്കുകയാണ്. സാധാരണ പാരന്റ്സ് കുട്ടികളെ വിളിച്ചെടുക്കാത്ത കുട്ടികൾ ഇപ്പോൾ അവർക്ക് തന്നെ അതിശയമായിട്ട് പാരന്റ്സിന് വളരെ സന്തോഷമാണ്. അവർ ആത്മാർത്ഥമായിട്ട് തന്നെ വിടുന്നത്. ഒരു പ്രശ്നം അവർക്കില്ല, അവർക്ക് സന്തോഷത്തോടെ വിടുന്നുണ്ട്. 5 മണി പറഞ്ഞ കുട്ടികൾ വിളിച്ച് ഉണർന്നെണീറ്റ് അവരുടെ ശൈലിയെ മാറി. ഫോണിൽ നോട്ടങ്ങൾ ഒരുപാടില്ല, ആവശ്യത്തിന് മാത്രം. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിച്ചിട്ട് അവർക്ക് എല്ലാവരും കൂടെ ഒരു പരിചയപ്പെടലും ഒരു ഒത്തൊരുമയും അവർ വളരെ ഹാപ്പി ആയിട്ട് പോകണം. മറ്റേ സുഭാഷ് പറഞ്ഞതുപോലെ ഈ ഒരു ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആശയം നേരത്തെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ സ്പോർട്സും ഇവിടെയുള്ള മുനിസിപ്പാലിറ്റി മത്സരങ്ങളിലും അല്ലെങ്കിൽ ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഫുട്ബോൾ മത്സരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു നേരത്തെ വിന്നേഴ്സ് ക്ലബ്ബ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വർഷമാണ് ഇത് രജിസ്റ്റർ ചെയ്ത് ഒരു അക്കാഡമിയുടെ അംഗീകാരം കിട്ടിയിട്ടുള്ള ഒരു ഫുട്ബോൾ ക്യാമ്പ് നടത്തുന്നതിനുമൊക്കെ ഔദ്യോഗികമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് വന്നു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ശശിയേട്ടൻ ഉൾപ്പെടെയുള്ള സുഭാഷാണ് ഇതിൻ്റെ ത്രെഡ് എന്ന് പറയുന്ന ആൾ. കാരണം ഫുട്ബോളിൻ്റെ ഈ കുറേ കാലമായിട്ട് സൗജന്യമായിട്ടുള്ള ഈ ക്യാമ്പ് നടത്തുകയും അതുപോലെ കുട്ടികൾക്കൊക്കെ ഈ ഒരു മനസ്സിലിങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കാനുള്ളൊരു കാരണക്കാരൻ തന്നെ സുഭാഷാണ്. അതിൻ്റെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു നല്ലൊരു കാര്യമാണ്. സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പഠിപ്പിൻ്റെ കാര്യത്തിലേക്കാണെങ്കിലും അല്ലെങ്കിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു ഒരു രീതി പിന്തുടരാൻ വേണ്ടിയിട്ടുള്ളൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട് ഈ ക്ലബിൻ്റെ പ്രവർത്തനം. അതുമാതിരി ഇപ്പോൾ ക്യാമ്പിൻ്റെ പരിപാടികളൊക്കെ നമുക്കറിയാം. അന്നത്തെ കാലഘട്ടത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നേരത്തെ നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് വളരെ കോളേജ് തലത്തിലാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ, അല്ലെങ്കിൽ യുവാക്കളിലാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി അത് ഹൈസ്കൂൾ തലത്തിലേക്കും UP തലത്തിലേക്കും ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വരുന്ന വാർത്തകൾ ഏറ്റവും താഴേക്കടയിലുള്ള LP വിഭാഗത്തിലേക്ക് അടക്കം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മളെ സമയത്തോളം തലമുറയെ ലഹരിയിൽ നിന്ന് മുക്തിയാക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്, പ്രത്യേകിച്ച് രക്ഷിതാക്കളുടെയൊക്കെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പോലെ അവരെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ബാധ്യത നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതുകൂടെ അക്കാര്യം കൂടെ നമ്മൾ മനസ്സിലെന്തായാലും ഉൾക്കൊള്ളുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന മൊബൈലിൻ്റെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, കുട്ടികൾ രാത്രി 10 മണി വരെയും 12 മണി വരെയും ഒക്കെ മൊബൈൽ ഫോൺ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ഫുഡ് നമ്മൾ TVൻ്റെ ഫ്രണ്ടിൽ നിന്ന് കഴിക്കുക, യാതൊരു തരത്തിലുള്ള ശരീരത്തിന് യാതൊരു തരത്തിലുള്ള എക്സസൈസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സംവിധാനത്തിലേക്ക് മാറ്റി രാവിലെ നേരത്തെ എണിക്കുക, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ പോകുക എന്നുള്ളൊരു തോന്നൽ ഈ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും അത് ഭാവിയിൽ ഒരു നല്ലൊരു പ്രൊഫഷനിലേക്ക് പോവുകയാണെങ്കിലും നല്ലൊരു വിദ്യാഭ്യാസത്തിലേക്ക് പോകുക എന്തായാലും ആരോഗ്യമാണ്, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. അതുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും അതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനമായിട്ട് ഈ ഒരു ക്ലബിൻ്റെ പ്രവർത്തനം ഉണ്ടാകും. കൂടുതൽ വ്യാപിച്ച് കൂടുതൽ ആളുകളിലേക്ക് ഈ സംവിധാനങ്ങൾക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും.
അപ്പോൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോ കാണുന്നവരെയും ഓക്കെ ബൈ.